ഈ സീതാരാമായണം ഞാൻ എഴുതിയത് അവൾക്ക് വേണ്ടിയാണ്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഞാനത് ചിട്ടപ്പെടുത്തിയത്. അവൾ വെറുതെ കൈയനക്കിയാൽ അത് നൃത്തമായിരുന്നു. സിനിമയുടെ ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമയെ ചിന്താതലത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്ന ഒരു ആർട്ട് സിനിമ. സംഗീതവും നൃത്തവും വിരിക്കുന്ന മായിക ലോകം. മയക്കത്തിനിടയിൽ ലോഹിതദാസ് കണ്ട സ്വപ്നം. കലാമണ്ഡലത്തിലെ വള്ളത്തോൾ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് വെറുതെ തെറിവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന മദ്യപാനി. അലസമായ മുടിയും താടിയും, മുഷിഞ്ഞു നാറിയ വേഷം. പെട്ടെന്ന് മയക്കം വിട്ടുണർന്ന എഴുത്തുകാരൻ ആ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ കമലദളം പശ്ചാത്തലമൊരുങ്ങി. നന്ദഗോപനായി ലാലേട്ടൻ, മാളവിക നങ്ങിയാരായി മോനിഷ, വിനീതിന്റെ സോമശേഖരനുണ്ണി, മുരളി മാധവനുണ്ണിയായി. കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ കഥകളി പദങ്ങൾ പാടി. അരങ്ങിലും അണിയറയിലും ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ ലോകത്തില്ല. ലോഹിതദാസ്, മോനിഷ, മുരളി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുകുമാരി. പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഈ പ്രതിഭകളിൽ ജീവിപ്പിക്കുന്നു.